നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മെയ് 15 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് വിദ്യാഭ്യാസ വാർത്തകൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ വളരെ കുറവാണ്. എങ്കിലും മലയാള മനോരമയുടെ 7-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നീറ്റ് UG വഴി മിലിറ്ററി നഴ്സിംഗ്, പെൺകുട്ടികൾക്കായി 220 സീറ്റ്. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഓഫീസറാകാൻ അവസരമൊരുക്കുന്ന 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷിക്കാം. 220 സീറ്റുകളിലേക്കാണ് പ്രവേശനം. പെൺകുട്ടികൾക്കാണ് അവസരം. പൂനെ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, ലക്നൗ, ബംഗളൂരു എന്നിവിടങ്ങളിലെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് കോളേജുകളിലാണ് കോഴ്സ്. അവിവാഹിതരായ വനിതകൾക്കും വിവാഹമോചനം നേടിയവർക്കും വിധവകൾക്കും അപേക്ഷിക്കാം. കോഴ്സിന് ശേഷം സേനയിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ്, പെർമനൻ്റ് ഷോർട്ട് സർവീസ്, കമ്മീഷൻഡ് ഓഫീസറായി നിയമനം ലഭിക്കും. യോഗ്യത: ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് 50% മാർക്കോടെ ആദ്യ ചാൻസിൽ +2 പാസ്സായിരിക്കണം. 1999 ഒക്ടോബർ 1-നും 2007 സെപ്റ്റംബർ 30-നും മധ്യേ ജനിച്ചവരാകണം. നീറ്റ് UG 2024 യോഗ്യത നേടിയിരിക്കണം. അപേക്ഷാ ഫീസ് 200 രൂപയാണ്. പട്ടിക വിഭാഗത്തിന് ഫീസ് വേണ്ട. നീറ്റ് UG ഫലം വന്ന ശേഷം www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിശദാംശങ്ങൾ വെബ്സൈറ്റിലുണ്ട്. ഇനി ഇന്നത്തെ മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അഡ്വാൻസ്ഡ് കേരളത്തിൽ നിന്ന് 8593 പേർ. IIT പ്രവേശന പരീക്ഷയായ JEE അഡ്വാൻസ്ഡ് ഇക്കൊല്ലം കേരളത്തിൽ നിന്ന് എഴുതുന്നത് 8593 പേർ. രാജ്യത്താകെ പരീക്ഷയ്ക്ക് അർഹത നേടിയ 2,50,284 പേരിൽ 3.43% കേരളത്തിൽ നിന്നുള്ളത്. ഏറ്റവും അധികം പേർ UP നിന്നാണ്, 28,373 പേർ. മഹാരാഷ്ട്രയിൽ നിന്ന് 24,596 പേരും തെലങ്കാനയിൽ നിന്ന് 24,121 പേരുമുണ്ട്. യോഗ്യത നേടിയവരിൽ 54% പേരും UP, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര, രാജസ്ഥാൻ, കർണാടക എന്നീ സംസ്ഥാനക്കാരാണ്. മെയ് 26-നാണ് പരീക്ഷ. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.